ഫസ്റ്റ് ക്വസ്റ്റൻ ഏതാ? The direction of glacial movement is indicated by glacial striations. ശരിയാണോ അത്? വായിക്കാൻ നേരത്തെ മനസ്സിലാവില്ല, ഏകദേശം കുഴപ്പമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല, എക്സ്ട്രീമും അല്ല ഒരു മോഡറേറ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് അത്. ഇതിൽ തെറ്റുമില്ല. ഗ്ലേഷ്യൽ മേളിലും കിടപ്പുണ്ട്, ഗ്ലേഷ്യൽ താഴെയും കിടപ്പുണ്ട്. രണ്ടാമത് ഇത് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഡ്രംലിംഗ് ഈസ് ഫോംഡ് ഇൻ ലേക്സ് വെൻ ദേ ആർ കവേർഡ് ബൈ ഐസ് ഡ്യൂറിങ് വിന്റർ. ശരിയാണോ? ഡ്രംലിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ കിടക്കണതാണ് സ്റ്റേറ്റ്മെന്റ്. അസിമെട്രിക്കൽ ഹിൽ മെയ്ഡ് ഓഫ് സെഡിമെന്റ്സ് ദാറ്റ് പോയിന്റ്സ് ഇൻ ദി ഡയറക്ഷൻ ദി ഐസ് മൂവ്ഡ്. അപ്പൊ ആൻസർ ഏതാ? എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതും നോളജ് ബേസ്ഡ് ആണ് പ്യുവർലി. ഫസ്റ്റും സെക്കൻഡും ആണ് ഇഗ്നീഷ്യസ് റോക്ക്, ഗ്രാനൈറ്റ് ആൻഡ് പ്യൂമൈസ്. രണ്ടാമത് ബ്രസിക്ക ആൻഡ് സാൻഡ്സ്റ്റോൺ, അത് സെഡിമെന്ററി റോക്സ് ആണ്. കിട്ടിയോ? മൂന്നാമത്തെ അത് വളരെ എളുപ്പമുള്ള, എങ്ങനെ ആൻസർ ഏതാ? സി, മിഡിൽ ഓഫ് ടെക്ടോണിക്. അതിനകത്ത് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്: dividend plate boundaries, subduction plate boundaries, middle of tectonic plate. In how many ways of the above areas do volcanoes occur? സി. അതിനകത്ത് മൂന്നാമത്തെ എങ്ങനെയാ വന്നെ? ആദ്യത്തെ രണ്ടെണ്ണം അറിയാം, ഓക്കെ കുഴപ്പമില്ല. ഡൈവേർജന്റ് എവിടെയാ വന്നത്? അറ്റ്ലാന്റിക് ഓഷ്യന്റെ മറ്റേ നടുക്കുള്ളത്. സബ്ഡക്ഷൻ സർക്കം പസഫിക് പ്ലേറ്റ് ഇല്ലേ, റിംഗ് ഓഫ് ഫയേഴ്സ്. മൂന്നാമത്തെ എങ്ങനെയാ? ഹോട്ട്സ്പോട്ട് വോൾക്കാനോസ് കേട്ടിട്ടുണ്ടോ? ഒരു നമ്മുടെ ഈ ഡെക്കാൻ പ്ലാറ്റ്യൂസ് ഒക്കെ ഉണ്ടായില്ലേ, അതൊക്കെ ഈ ഹോട്ട്സ്പോട്ട് വോൾക്കാനോസ് വെച്ചിട്ടാണ്. ഒരു പ്ലേറ്റിന് നടുക്കുന്ന തന്നെ ഉണ്ടാവും, അബ്നോർമൽ ആയിട്ടുള്ള ഹീറ്റ് ഉണ്ടാവും താഴത്ത് മാഗ്മയില്, അങ്ങനെയാണ് വരുന്നത്. ഫോർത്ത് വൺ, അതും വളരെ സിമ്പിളാണ്. ഏതാ? ഡി. The amount of water that is available to enter groundwater is in a region is influenced by local climate, type of rock found at the surface, vegetation cover, land used in the area. എളുപ്പമല്ലേ ഇത്? ഫോർത്ത് വൺ റോയ് കിട്ടിയായിരുന്നോ? ഫോർത്ത് വൺ ശരിയാണോ? ഡി. അതെന്താ തെറ്റിപ്പോയത്? മോസ്റ്റ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ നേരത്തെ എല്ലാം ശരിയാന്നാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്ട്രീം വായിക്കാൻ നേരത്ത് കോമൺ സെൻസിക്കൽ ആയിട്ട് യൂസ് ചെയ്യാൻ നേരത്ത് കിട്ടണതാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1: The side of Earth that is furthest from the moon also will have high-tide bulge. ശരിയാണോ? ശരിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Earth is closer to moon than the water on its far side. ശരിയാണത്. അത് എ ആണ് കറക്റ്റ് വന്നത്, കാരണം ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ് വൺ. എങ്ങനെയാന്ന് കിട്ടിയത്? പറയാ പറഞ്ഞാലും ആരെങ്കിലും ശരിയാക്കിയിട്ടുണ്ടോ? ശരിയായിട്ടുണ്ടോ? എങ്ങനെയാ വന്നത്? ഇത് ശരിക്കും കുറച്ച് കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ അത് ഒന്ന് ഇരുത്തി വായിച്ചാൽ മാത്രമാണ് അത് കിട്ടുള്ളൂ. എർത്ത് ഈസ് ക്ലോസർ ടു മൂൺ ദാൻ ദി വാട്ടർ ഓൺ ഇറ്റ്സ് ഫാർ സൈഡ്. എന്താ? ശരിയല്ല. അല്ല ശരിയാണോ? ഇത് ശരിയാണോ? ആരെങ്കിലും ചെയ്തോണ്ടോ? ശരിയാണോ? എങ്ങനെ ശരി കിട്ടിയ? അല്ല ചുമ്മാ ഗസ് ചെയ്തോന്ന്. എങ്ങനെ ഗസ് ചെയ്തെന്ന് പറ. വാട്ടർ ക്ലോസർ, എർത്ത് ക്ലോസർ ആണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ചിട്ട് തള്ളി മുമ്പോട്ട് പോകില്ലേ? അതാണ് ഉദ്ദേശിച്ചേക്കണത്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എർത്തിന്റെ സ്പ്രിംഗ് ടൈഡ്, നീപ് ടൈഡ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. അത് പഠിച്ചിട്ടുണ്ടോ? നീപ് ടൈഡ്, സ്പ്രിംഗ് ടൈഡ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ഇത് എഴുതാൻ പറ്റുള്ളൂ. Everyone, I am Ashutosh Raj. I secured AIR 49 in the recently conducted Indian Forest Service Examinations 2022 in my third attempt. I would like to take an opportunity to thank Justin sir and the entire Gallant IAS team. With reference to direction of water movement, consider the following statement: water travels from poles towards equator vs westwards. ശരിയാണോ? ശരിയാണോ? അങ്ങനെ ശരിയാണ്. കൊറിയോളിസ് ഫോഴ്സ് എന്താ? ഈസ്റ്റ് അല്ലേ? വെസ്റ്റ് വേർഡ്സ് അല്ലേ? ഈസ്റ്റ് വേർഡ്സാ. കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേറ്ററിൽ നിന്ന് റൈറ്റ് സൈഡിലായിട്ടാണ് തിരിയണത്. ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അന്റാർട്ടിക് സർക്കംപോളാർ കറന്റ് ഈസ് ദി ഓൺലി കറന്റ് ദാറ്റ് ട്രാവൽസ് അൺഇൻഹിബിറ്റഡ് അറൌണ്ട് ദി ഗ്ലോബ്. അത് ശരിയാണ്. ബി ഈസ്
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടിയില്ലേ? കൊറിയോളിസ് ഫോഴ്സ് വെച്ചിട്ട് ഈസ്റ്റ് വേർഡ്സ് ആണ് മൂവ് ചെയ്യണത്. 8th വൺ ഏതാ? സി ആണ്. ഏതാ തെറ്റ് എഴുതിയതാ? വൺ കോമൺ ഫ്യൂച്ചർ ഓഫ് ബോത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആൻഡ് ദ മൺസൂൺ ക്ലൈമറ്റ് ഈസ് ദാറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് ഹൈ ഓൾ ഇയർ. നമ്മുടെ വെച്ച് കമ്പയർ ചെയ്താൽ മതി. കേരളത്തിൽ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയല്ലേ ഉത്തരം? ഫസ്റ്റ് വൺ. സെക്കൻഡ് എന്താ? മൺസൂൺ ക്ലൈമറ്റ് ടെൻസ് ടു ഹാവ് ഇറ്റ്സ് ഹയസ്റ്റ് ടെമ്പറേച്ചർ ജസ്റ്റ് ബിഫോർ റെയിനി പീരീഡ്. ശരിയല്ലേ ഇത്? നമ്മളിപ്പോ അനുഭവിക്കണം നല്ല ചൂടല്ലേ? The monsoon climate of Africa and South America are typically located along trade wind coasts. ശരിയല്ലേ ഇത്? സംഭവം നമ്മൾ അത് തന്നെയാണ് അനുഭവിക്കുന്നത്. നമ്മുടെ ആ ട്രേഡ് വിൻഡ് കോസ്റ്റ് ലൈൻസിലാണ് നമ്മൾ നിൽക്കുന്നത്, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക. 9th വൺ അത് നോളജ് ആണ്. സിറിയ മാത്രമില്ല. 10th വൺ V-shaped valley is typically formed by എന്താ? യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് sea arches formed by opposite sides of headland. അത് ശരിയാണ്. തേർഡ് വൺ ഹൂഡൂസ് ആർ ടോൾ തിൻ സ്പൈസ് ഓഫ് റോക്സ് ആണ്, സാൻഡ് അല്ല. 15th ബി ഏതാ തെറ്റേതാ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണത്. ഇത് ശരിക്കും കോർ ഇൻഫ്ലേഷൻ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? കോർ ഇൻഫ്ലേഷൻ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ നിന്ന് ഫുഡും ഫ്യൂവലും എടുത്ത് കറയുകയാണ് ചെയ്യണേ. കിട്ടിയില്ലേ അത്? കോർ ഇൻഫ്ലേഷൻ. കോർ ഇൻഫ്ലേഷൻ ഈസ് കൺസിഡർഡ് ആസ് ഇൻഡിക്കേറ്റർ ഓഫ് അണ്ടർലൈങ് ലോങ് ടേം ഇൻഫ്ലേഷൻ. ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോർ ഇൻഫ്ലേഷൻ ഈസ് ലെസ് വോളറ്റൈൽ ദാൻ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. എന്താ കാരണം? എന്താ? ഫുഡും ഫ്യൂലാണ് ഏറ്റവും കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ള സംഭവം. അതുകൊണ്ട് 16th ക്വസ്റ്റ്യൻ ഏതാ? ബി. ഏതാ തെറ്റേതാ? ഫസ്റ്റ് എങ്ങനെ തെറ്റ്? യെസ്, ഈ 2000 ആ കൊറോണയുടെ ടൈം എന്റെ ആയപ്പോഴത്തേനും കുറച്ച് സർപ്രൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് റീസെന്റ് ആയിട്ടുള്ള എക്സ്ട്രീം ആണ്, പക്ഷേ ശരിയാ. അത് നോളജ്, പ്യൂർലി നോളജ് ബേസ്ഡ്. അത് the issue of currency convertibility is concerned with foreign currency outflow only. വേറെ ഇപ്പൊ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനകത്ത് എക്സ്ട്രീം ആന്ന് പറഞ്ഞില്ലേ, ഇതിനകത്ത് വേറെ എന്താ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ഒന്നും ചെയ്യാനില്ല ശരിക്കും ഇതിനകത്ത്. കറൻസി, ഫോറിൻ കറൻസി മാത്രമല്ല കൺവേർട്ടബിൾ ആയിട്ടുള്ളൂ. വേറെ എന്ത് സാധനമുള്ള കൺവേർട്ടബിൾ ആയിട്ടുള്ളത്? ഗോൾഡ് കൺവേർട്ടബിലിറ്റി കുഴപ്പമില്ല. വേറെ കറൻസിയുടെ ഇഷ്യൂ മാത്രമാണ് ശരിക്കും വേൾഡ് ട്രേഡിലുള്ളൂ അല്ലേ? വേറെ എന്തിന്റെ ഇഷ്യൂ ഉള്ളത്? എന്തിന്റെ വിഷയം ഉണ്ടോ? കറൻസി കൺവേർട്ടബിലിറ്റിയാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഫുള്ളി കൺവേർട്ടബിൾ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നമുള്ളത് അറിയോ? ഫുള്ളി കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും നമ്മുടെ മാർക്കറ്റ്. അതെ, അതാണ് സംഭവം. ഓക്കെ, 17th വൺ എ ശരിയാണോ? ശരിയാണോ? എല്ലാവരും ശരിയാണോ? അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണത്. സ്റ്റേറ്റ്മെന്റ് വണ്ണിനകത്ത് ഗവൺമെന്റ് as well as central bank always strive to achieve a moderate level of inflation. A limited level of inflation occur people to buy more and borrow more.